ഹലോ ഗായ്സ്, നമുക്ക് ഇന്നത്തെ എൻ്റെ ഡെയിലി വ്ളോഗ് കണ്ടാലോ? കാണാമല്ലേ? ഇങ്ങനെയാണ് ഇവിടെ ചക്ക കൊണ്ടുവരിക. ചക്ക കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഓട്ടോയിൽ ഇറക്കി തരും. അതിൽ ആൾ വീതം എത്ര വെച്ചാൽ അത് എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കണക്കാക്കി എടുക്കും. ഒരു ചക്കക്ക് 50 രൂപയാണ് തരിക. രാവിലെ ഒരു 9-10 മണിനുള്ളിൽ കൊണ്ടുവന്ന് തരും. വൈകിട്ട് 5 മണി 6 മണിനുള്ളിൽ നമ്മൾ കൊടുക്കണം. കറി വെക്കാനൊന്നുമില്ല വേണ്ടിയിട്ട് പച്ചക്കറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറി വെച്ചു. ഇന്ന് രാവിലെ കഴിക്കാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയത്. എൻ്റെ ഇടയിൽ ഒരാളുടെ നെയ്റ്റി അവർ ഇന്നലെ തന്നാണ്, ഇന്ന് വേണം പറഞ്ഞതാണ്. ഞാൻ അടിച്ചിട്ടുണ്ടാവില്ല. എളുപ്പം അതൊന്നും അടിച്ചു കൊടുക്കട്ടെ. അത് അടിച്ച് കഴിഞ്ഞ് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാം. പിന്നെ ഓരോരോ പണികളായിട്ട് കാണിച്ചു തരാം. ഞാൻ അരി ഇടാൻ വേണ്ടി ചോറിന് വെള്ളം വെച്ചു. അടുപ്പിലാണ് ഞാൻ ചോറ് വെക്കുക. പാത്രങ്ങളുണ്ടായിരുന്നു നിറയെ കഴുകാൻ. അപ്പോൾ അതൊക്കെ കഴുകുക. ഇവിടെ തന്നെ പാത്രങ്ങൾ ഇങ്ങനെ വരുന്നതെന്ന് അറിയില്ല, അത്ര പാത്രങ്ങളുണ്ടാവും. ഇപ്പം ഇതേപോലെ കഴുകി കഴിഞ്ഞ് ഉച്ചൻ്റെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വൈകിട്ട് ഇത്ര പാത്രങ്ങളും അതേപോലെ ഉണ്ടാവും. സമയം ഇപ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ട്. നമുക്കിതൊക്കെ കഴുകി വീട്ടിലത്തെ ജോലികൾ കഴിഞ്ഞിട്ടാണ് ചക്ക നേരാക്കാൻ പറ്റുക. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചോറും കറിയൊക്കെ വെക്കാൻ വേണ്ടി വരും. അത് ചുള വീർത്തിയെടുത്തിട്ട് അത് വെച്ചിട്ടാണ് പിന്നെ വന്നിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യുക. വെള്ളം തിളച്ചു, നമുക്ക് അരി ഇടാം. അരി കഴുകുക. ഞങ്ങൾ ബോയിലർ അരിയാണ് ഉപയോഗിക്കുക. നല്ല വേഗം സമയമെടുക്കും. അപ്പോൾ കുറച്ച് നേരത്തെ അരി ഇടണം. ഞാൻ മാക്സിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ലുങ്കി കൊടുക്കാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ പശയാവും. പശയാകാണ്ടിരിക്കാനാണ് ഈ ലുങ്കി കൊടുക്കുന്നത്. എന്നെ കാണുമ്പോൾ വെപ്പ് പണിക്ക് പോണ പോലെ ഉണ്ടല്ലേ. ഇനിയിപ്പോൾ ഈ ഓരോ ചക്കകളായിട്ട് കൊണ്ടുപോയിട്ട് ഇത് വെട്ടിപ്പൊളിച്ച് ഇതിൻ്റെ ചോള പീർത്തി എടുത്തിട്ട് പിന്നെ ഉള്ളിൽ പോവും. പുറത്തിരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്യാറ്. ചെറിയ ചക്കയാണെങ്കിൽ 50 രൂപ തരും. കുറച്ച് നല്ല വലുതാണെങ്കിൽ ഒരു 70 തരും. കാണുന്ന പോലെയുള്ള നല്ല പണിയുണ്ട്. പിന്നെ ഞാൻ അവിടെ ഇരിക്കും. നല്ല വേപ്പ് മരമാണ്, വേപ്പ് മരത്തിൻ്റെ അടിയിലിരിക്കും. അപ്പോൾ കാറ്റ് കിട്ടും. കുറച്ച് കാറ്റ് കൊണ്ടിട്ട് ഇരുന്നിട്ട് ചെയ്താലോ കൊണ്ട് അങ്ങനെ അവിടെ തന്നെ ഇരുന്നിട്ട് ചുള പുറത്തിടും. നല്ല ബുദ്ധിമുട്ടുള്ള പണി തന്നെ. പക്ഷെ എന്നാലും നമുക്ക് വെറുതെ കടന്നുറങ്ങണതിന് എന്തെങ്കിലും ആയില്ലേ പറഞ്ഞിട്ട് ചെയ്യും. പക്ഷെ എങ്ങനെ നോക്കിയാലും ഇപ്പോൾ രാവിലെ 9 മണിക്ക് ഇരുന്നാൽ എങ്ങനെയും വൈകിട്ട് 5 മണി 6 മണിയാവും. അല്ലാണ്ട് എണിക്കാൻ പറ്റില്ല. ഒരാൾ സഹായത്തിനുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാം. ഒറ്റയ്ക്കാവുമ്പോൾ പറ്റില്ല. അന്ന് നോക്കി ചെറിയ ചെറിയ ചുളയായിരുന്നു, പറിക്കാനേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറേ ഇടങ്ങാറായിട്ടാണ് ഞാൻ ഇതൊക്കെ പറിച്ചെടുത്തത്. അതിൻ്റെ ഇടയിൽ എൻ്റെ മോളുടെ കൂട്ടുകാരികൾ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് പറഞ്ഞത് അവർ വരുന്നത്. അപ്പോൾ ശരി, ഇനി അവർ വന്നില്ലേ എളുപ്പം കറിയും ചോറൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ചുള പേർത്തി ഞാൻ കറി ഉണ്ടാക്കാൻ തുടങ്ങി. ചുള പേർത്തി കൊണ്ടുവന്ന് വെച്ചിട്ട് എൻ്റെ മോളുടെ അരി ഇട്ടിട്ട് അതുകൊണ്ട് വെന്തിട്ടുണ്ട്. 3 അടുപ്പ് കത്തിച്ചിട്ട് 3 അടുപ്പിൽ വെച്ച് അവർക്ക് ചോറ് കൊടുക്കണം. സമയം 1 മണിയായി. ഉപ്പാവണ്ടേ.
മീനും വാങ്ങിയതുണ്ടായിരുന്നു, അതുകൊണ്ട് മീൻ പൊരിക്കുകയും ചെയ്തു, പരിപ്പ് കറിയും വെച്ചു. തേങ്ങ ചെറിയാണ്, മീനും പൊരിച്ചു, മാങ്ങ അച്ചാറും പരിപ്പും ചാറും. ഞാൻ പണി ചെയ്യുന്നതിനിടയിൽ കൂടെ അവനെ കൊണ്ട് കുറച്ച് ചെയ്ത് തരാൻ പറഞ്ഞതാണ്. ഇതിനൊക്കെ റെഡിയാക്കി, 1 മണി 1:30 ആകുമ്പത്തിനൊക്കെ റെഡിയാക്കി. പരിപ്പ് കറി വെച്ചു, മീൻ പൊരിച്ചു, അച്ചാറുണ്ടാക്കി. മീൻ പറ്റാത്തവർക്ക് കോഴിമുട്ട പൊരിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ചക്കയിലേക്ക് ഇരിക്കണം. ചക്ക നേരാക്കി കഴിയുമ്പോഴത്തേനും എങ്ങനെ 5 മണി 6 മണിയാവും. ചക്ക കഴിയുമ്പോഴത്തേനും വന്ന് നോക്കിയതാണ്. രണ്ടാമത്തെ പാത്രം കഴുകൽ കണ്ടില്ലേ. ഇനിയിപ്പോൾ അത് ഒക്കെ കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് അതും കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ടു. പിന്നെ കുളിച്ചു, നിസ്കരിക്കാൻ ഒരുപാട് വെള്ളം എടുത്തിട്ട് വന്നു നിസ്കരിക്കാൻ വന്നിട്ട്. ഇതന്നെ ദിവസം എൻ്റെ പണി. ഇങ്ങനെ ഇനി രാവിലെ മുതൽ വൈകിട്ടുള്ളവരെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തീരുന്നില്ല പണി. ചക്കക്കുരു നേരാക്കി കൊടുക്കും. 1 കിലോത്തിന് 10 റുപ്യ കിട്ടും. ഇതിനെ വെറുതെ കളയുന്ന കൊണ്ട് അത് നേരാക്കിയിരിക്കും. 10-11 മണിയാവും അത് കഴിയുമ്പോൾ.